പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലെ റെയ്ഡിന് പിന്നാലെ ED ഉദ്യോഗസ്ഥരെ CPM പ്രവർത്തകർ ആക്രമിച്ച സംഭവത്തിൽ 18 പേർ പിടിയിലായി. സംഭവത്തിൽ ആദ്യം അറസ്റ്റിലായ 5 പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു. വധശ്രമം ഉൾപ്പെടെ അതീവ ഗുരുതരമായിട്ടുള്ള വകുപ്പുകളാണ് ഈ പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അതിക്രമത്തെക്കുറിച്ച് സംസ്ഥാനത്തോട് കേന്ദ്ര സർക്കാർ റിപ്പോർട്ടും തേടി. മൊത്തം 18 പേരെ കേസിൽ പിടികൂടിയിട്ടുണ്ട്. അതേസമയം CMRലുമായുള്ള എക്സാലോജിക്കിന്റെ സാമ്പത്തിക ഇടപാടിൽ നടപടികൾ വേഗത്തിലാക്കാൻ ഒരുങ്ങുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 2 FIRകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കണ്ടാലറിയാവുന്ന 300ഓളം പേരാണ് പ്രതികൾ. ആദ്യ ദിവസം തന്നെ 5 പേരെ അറസ്റ്റ് ചെയ്ത പോലീസ് രണ്ടാം ദിവസവും അറസ്റ്റുകൾ തുടർന്നു. DYFI നേതാവ് IP ബിനോ വൈകിട്ടോടെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി. കൂടുതൽ പ്രതികൾക്കായി വ്യാപകമായ തെരച്ചിലാണ് പോലീസ് നടത്തുന്നത്. വഞ്ചിയൂർ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത പ്രതികളെ AR ക്യാമ്പിൽ നിന്ന് പുറത്തിറക്കിയപ്പോഴും കോടതിയിലേക്ക് കയറ്റിയപ്പോഴും CPM പ്രവർത്തകർ അഭിവാദ്യം ചെയ്ത് മുദ്രാവാക്യം വിളിച്ചു. സംഭവത്തിൽ പോലീസ് വീഴ്ചയുണ്ടായെന്ന ആരോപണം ശക്തമാകുന്നതിനിടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല DGPയെ വിളിച്ചു വരുത്തി. പോലീസിന് വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് നടപടിയെടുക്കുമെന്ന് DGP റവാഡ ചന്ദ്രശേഖർ അറിയിച്ചു. ED സുരക്ഷ ആവശ്യപ്പെട്ടിരുന്നില്ല. സംഭവം എല്ലാ തരത്തിലും അന്വേഷിക്കുമെന്ന് DGP. ഇതിൻ്റെ ED റെയ്ഡ് അവർ സ്വന്തമായിട്ട് ചെയ്തതാണ്. കേന്ദ്രഫലമായിട്ട് ഞങ്ങൾ കൊണ്ട് നടക്കുമ്പോഴും അതിന് പോലീസ് മനസ്സിലായിട്ടുണ്ട്, ഇങ്ങനെ അറിവുണ്ട്. അപ്പോൾ പോലീസിന് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആവശ്യമുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിന് റെയ്ഡ് കഴിഞ്ഞ് 8 മണിക്കൂർ ശേഷമാണ് റെയ്ഡ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴാണ് 8 മണിക്കൂർ പിന്നിടുന്നു. അപ്പോഴാണ് റെയ്ഡ് ഈ ആക്രമണം നടക്കുന്നത്. പോലും സ്വാഭാവികമല്ല. പോലീസ് അതുകൊണ്ട് തന്നെ അല്ലേ അവിടത്തേക്ക് 300ഓളം പോലീസ് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടോട്ടൽ അവിടത്തേക്ക് പല സ്ഥലങ്ങളായിട്ട് ഈ പറ്റുള്ള സ്ഥലങ്ങളിൽ 50ഓളം പോലീസ് തീർച്ചയായിട്ടും ഇതിലെ ഈ സംഭവത്തിന് നമ്മൾ നോക്കാമതിലേക്ക് ആവശ്യം നടപടി സ്വീകരിക്കണം. ബുധനാഴ്ചയാണ് പിണറായി വിജയന്റെയും കുടുംബാംഗങ്ങളുടെയും വീടുകളിലും CMRൽ എക്സാലോജിക് കേസുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലും ED റെയ്ഡ് നടത്തിയത്. ഇതിൽ പിണറായി വിജയനും മകൾ വീണ വിജയനും ഉണ്ടായിരുന്ന തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്ടിൽ പരിശോധന പൂർത്തിയാക്കി മടങ്ങിയ വനിത ഉൾപ്പെടെയുള്ള ED ഉദ്യോഗസ്ഥരെയാണ് CPM പ്രവർത്തകർ ആക്രമിച്ചത്. ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച 3 കാറുകൾ തല്ലിത്തകർത്തു. ED സംഘത്തിനൊപ്പമുണ്ടായിരുന്ന CRPF ഉദ്യോഗസ്ഥ, ബാങ്ക് ഓഫീസർ, കാർ ഡ്രൈവർ ശ്യാംരാജ് എന്നിവർക്കാണ് പരിക്കേറ്റത്. കാർ ഡ്രൈവർമാർക്ക് നഷ്ടപരിഹാരം നൽകി മുഖം രക്ഷിക്കാൻ CPM ശ്രമിച്ചേക്കുമെന്നാണ് സൂചന. അതേസമയം പുതിയ സംഭവ വികാസങ്ങളോടെ മാസപ്പടി കേസിൽ കരിമണൽ കർത്തയുടെ ഡയറിയിലെ വിവരങ്ങളിലേക്കും ED അന്വേഷണം നീണ്ടേക്കും. VD സതീശൻ മന്ത്രിസഭയിലെ 2 മന്ത്രിമാർ ഉൾപ്പെടെയുള്ള പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുടെ പേര് ഡയറിയിൽ ഉണ്ടായിരുന്നു. CMRലുമായുള്ള എക്സാലോജിക്കിന്റെ സാമ്പത്തിക ഇടപാടിലും ED നടപടികൾ വേഗത്തിലാക്കും. അന്വേഷണ സംഘം പിടിച്ചെടുത്ത വീണയുടെ മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. മൊഴിയും പിടിച്ചെടുത്ത രേഖകളും വിശദമായി പരിശോധിച്ച ശേഷം വീണയ്ക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള സമൻസ് നൽകാനാണ് തീരുമാനം. വീണയുടെ HDFC ബാങ്കിലെ 1.5 ലക്ഷത്തിന്റെ അക്കൗണ്ട് ഉൾപ്പെടെ 3 അക്കൗണ്ടുകളാണ് മരവിപ്പിച്ചിരിക്കുന്നത്. റെയ്ഡിന് പിന്നാലെ പ്രതികളുടെ 18.36 കോടിയുടെ 242 ബാങ്ക് അക്കൗണ്ടുകളും ED മരവിപ്പിച്ചു. വീണയും അവരുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയും 2016 മുതൽ 2021 വരെ CMRൽ നിന്ന് കൈപ്പറ്റിയത് 2.78 കോടി രൂപയെന്നാണ് SFIയുടെ അന്വേഷണ റിപ്പോർട്ട്. ഇതിൽ 2.07 കോടി വീണയ്ക്ക് നേരിട്ടും 71 ലക്ഷം എക്സാലോജിക് കമ്പനിക്കുമാണ് CMRൽ നൽകിയിരിക്കുന്നത്. 2024 നവംബറിൽ SFIO തയ്യാറാക്കിയ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ED അഴിമതി നിരോധന നിയമം ഉൾപ്പെടുത്തി വിഷയത്തിൽ അന്വേഷണം നടത്തുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം, കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.